പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈശോ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. നമ്മെ സ്നേഹിക്കുന്നവൻ, എല്ലാം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന ദൈവം, കരുണയായി, സ്നേഹമായി, ദിവ്യ കാരുണ്യമായി വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയവും മനസ്സും ജീവിതവുമെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ദിവ്യകാരുണ്യത്തെ കരങ്ങളുയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ നിനക്ക് സ്തുതി, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഈശോയെ നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയുടെ തിരുനാളിനു വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പല ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി പ്രതിപാദിക്കുന്ന വചന ഭാഗങ്ങളുണ്ട്. പിതാവിൻ്റെ കരുണയുടെ മുഖം ഏറ്റവും അടുത്ത് കാണുവാൻ സാധിക്കുന്നത് ധൂർത്തപുത്രൻ്റെ ഉപമയിലാണ്. ദൈവത്തിൻ്റെ കരുണ ഏറ്റവും ഡീറ്റെയിലായിട്ട് വ്യക്തമാക്കുന്ന വചന ഭാഗമാണിത്. ഓരോ പ്രാവശ്യവും ഈ വചനഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ പുതിയ പുതിയ ഉൾക്കാഴ്ചകളാൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിനോട് ഏറ്റവും അടുത്ത ഒരു വചനഭാഗം കർത്താവിൻ്റെ കരുണ, സ്നേഹം, കർത്താവിൻ്റെ പരിപാലനയൊക്കെ അറിഞ്ഞിട്ടും പലപ്പോഴും നമ്മൾ ആ കരുണയിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്നൊക്കെ വേർവിട്ട് ഓടി അകന്നു പോയിട്ട് ഈ ദിവ്യകാരുണ്യത്തിലേക്ക്, കർത്താവിൻ്റെ കരുണയുടെ കുദാശയായ കുമ്പസാരത്തിലേക്കൊക്കെ പിതാവേ, ഞാൻ നിനക്കെതിരായി പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മാപ്പിനായിട്ട് കേണപേക്ഷിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുമ്പോൾ അത് ഏറ്റവും ഹൃദയ സ്പർശിയായിട്ട് നമുക്ക് തോന്നുന്നത്. മക്കളെ സ്നേഹിക്കുവാൻ മാത്രമറിയുന്ന ദൈവം, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുകയും സ്നേഹം മാത്രം പകർന്നു നൽകുകയും ചെയ്യുന്ന ദൈവം, വീഴ്ചകളും അവിശ്വസ്തതയും അകന്നുപോകലും സംഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒരിക്കലും അസ്തമിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ടുള്ളതെല്ലാം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന ദൈവത്തെയാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. സ്വന്തം ജീവൻ പോലും നമ്മൾ തെറ്റിൽ വീഴുമ്പോഴും നമുക്കായിട്ട് കുരിശിൽ മരിക്കുന്ന ദൈവം, ഇന്നും ദിവ്യകാരുണ്യമായി നമ്മോടൊത്ത് വസിക്കുന്ന ദൈവം, അവൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ സ്വന്തം ശരീരമോ രക്തമോ ജീവിതമോ ഒന്നും തന്നെ അവൻ
മാറ്റിവെക്കാതെ അർഹിക്കപ്പെടാത്ത നമുക്കായിട്ട് അവനായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും പങ്കുവയ്ക്കുന്ന പിതാവായ ദൈവം, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വീണു പോകുമ്പോഴും പാപത്തിൽ നിന്ന് മ്ലേച്ഛതകളിലേക്ക് കടന്നു പോകുമ്പോഴും ജഡികതയിൽ നിന്ന് ജഡികതയിലേക്ക് വീണു പോകുമ്പോഴും വേദനയോടെ നമ്മെ നോക്കി നിൽക്കുമ്പോഴും കുമ്പസാരക്കൂട്ടിൽ അവൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും ഒരംശം പോലും കുറവ് സംഭവിക്കുന്നില്ല. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. വ്യക്തിജീവിതത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുമ്പോഴും അവൻ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തിരിച്ചു വരണമെന്നും വിശുദ്ധിയോടെ ദൈവീക കരങ്ങളിൽ സുരക്ഷിതരായിരിക്കണമെന്നും ദൈവം നമ്മെ പ്രതി ആഗ്രഹിച്ചു പോകുന്നു. തിരിച്ചുവരവിൻ്റെ മാനസാന്തരത്തിൻ്റെ കുമ്പസാരക്കൂട്ടിൽ തുറന്ന കരങ്ങളുമായി ആലിംഗനത്തിനായി ദാഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്, അവൻ്റെ കരുണയാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നാം വായിച്ച് ധ്യാനിച്ചെടുക്കുക. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ തിരിച്ചുവരവിനായി കാതോർത്തിരിക്കുന്ന ദൈവം, ഇമവെട്ടാതെ നോക്കിയിരിക്കുന്ന ദൈവം, അകലെ കാണുമ്പോഴേ, തെറ്റുതിരുത്തുവാൻ നാം ചിന്തിക്കുമ്പോഴേ ഓടിവന്ന് കഴുകി വിശുദ്ധീകരിച്ച് സ്നേഹചുംബനങ്ങളാൽ അഭിഷേകം നൽകുന്ന ദൈവം, അവൻ്റെ കരുണ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നാം വായിച്ച് ധ്യാനിച്ചെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ കൈവിട്ടുകളഞ്ഞ കൃപ, കൈവിട്ടുപോയ അഭിഷേകം, പുത്രസ്വീകാര്യത്തിൻ്റെ മഹോന്നത സ്ഥാനം വ്യവസ്ഥകളില്ലാതെ ഇനിയും ദുരുപയോഗിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചു തരുന്ന ദൈവം, ഓരോ അനുരഞ്ജന കൂദാശയും സ്വർഗത്തിൽ വലിയ സന്തോഷമാക്കി തീർക്കുന്ന ദൈവം, സ്വർഗ കവാടങ്ങൾ നമുക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി അവൻ്റെ കരുണയാൽ സ്നേഹത്താൽ തുറന്നു തന്നുകൊണ്ട് സ്വർഗീയ വിരുന്നിനായി നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവം, അവൻ്റെ ആ കരുണയെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ഈ ദൈവകരുണയുടെ ഈ തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ട് 8-ാം ദിവസത്തെ നൊവേനയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മെയും നമ്മായിരിക്കുന്ന അവസ്ഥകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, യഥാർത്ഥമായ മനസാന്തരം എല്ലാം കൈവിട്ടു പോയെങ്കിലും നീ കരുണയോടെ ചേർത്ത് പിടിക്കുവാനായിട്ട് എൻ്റെ മുന്നിലുണ്ട്. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ കരുതണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയെ, നിമിഷങ്ങളിൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കടന്നു വരുമ്പോൾ നിന്റെ കരുണ, നിന്റെ സ്നേഹം, നിന്റെ ആലിംഗനം ഈശോയെ എനിക്ക് നൽകണമേ. നമ്മൾ ഈ കരുണയുടെ നൊവേനയിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ വളരെയധികം സ്നേഹിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളി, ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ ഇടവക അംഗങ്ങൾ, നമ്മുടെ സ്നേഹിതർ, തിരുസഭയിൽ നിന്ന് മരിച്ചുപോയ ഓരോ വിശ്വാസിയെയും കർത്താവിൻ്റെ കരുണയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സകല ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ 8-ാം ദിവസത്തെ നൊവേന
ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സഹതാപാദ്രമായ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ. നിത്യനായ പിതാവേ, ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെയും ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെയും പ്രതി ഞാൻ അങ്ങയോട് യാചിക്കുന്നു. നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങ് അവരെ നോക്കണമേ. അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും നീക്കും. ആമേൻ. ഓൺലൈനായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ കരുണ അവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾ സൗഖ്യപ്പെടട്ടെ. പാപികൾക്ക് വലിയ മാനസാന്തരത്തിൻ്റെ ദിവസങ്ങളായിരിക്കട്ടെ ഈ കരുണയുടെ വലിയ ആഴ്ച. നമുക്ക് നമ്മുടെ ജീവിതത്തെയും എല്ലാം ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരുണയുടെ പരിപാലനയിൽ കീഴിൽ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ദൈവകരുണയുടെ കീഴിലേക്ക് കടന്നു വന്ന് നമ്മെയും നമ്മായിരിക്കുന്ന അവസ്ഥയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.